എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പാചകമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണേ. ചേട്ടനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചേട്ടന് കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയാണ്, മരുന്ന് വാങ്ങിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുമായിരുന്നു, കുറേ ദിവസം പിടിച്ചതിന് ശേഷം നല്ല പണി കിട്ടിയല്ലേ എന്ന് പറയുകയാണ്. അപ്പം ചേട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്ന് മേടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയും കുറയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നല്ല ചൂടും ക്ലൈമറ്റ് ചേഞ്ചിങ് ഒക്കെ ആയതുകൊണ്ടാണ്, നല്ല പൊടിയുടെ അലർജി ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ചുമയും. അത് ചുമച്ച് കഴിയുമ്പോൾ ഭയങ്കര ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയൊക്കെ കഴിച്ചു, രക്ഷയില്ലാതെ വന്നപ്പോഴത്തേനാണ് ഇനി പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഒരു മെഡിക്കൽ സെൻ്ററാണ്, അൽഷാംസ് മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്ന സെൻ്ററിലാണ് പോയി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല പൈസയാകുന്നതുകൊണ്ട് മാക്സിമം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ എങ്ങനെയും മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്ന് മേടിക്കും. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്തൊക്കെ കണ്ട നല്ല വെട്ടമാണ്, സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചൂട് ക്ലൈമറ്റും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരമൊക്കെ ഇരുട്ടുന്നത് നല്ല താമസിച്ചാണ്. അപ്പം പോകുന്ന വഴിയിലെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചെടുത്തതാണ്. അപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. പിന്നെ നമുക്കവിടെ ബുക്കിംഗ് ഒന്നുമില്ല, നേരിട്ട് അവിടെ ചെന്ന് ടോക്കൺ എടുക്കണം. അങ്ങനെ വേണേൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര പേരുണ്ടോ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ടോക്കൺ വിളിക്കുമ്പോഴേ കയറി കാണിക്കാനും പറ്റത്തുള്ളൂ. അപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വഴിയിലുള്ള വീഡിയോകളൊക്കെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് പോകുന്നതാണ്. കാരണം ചൂടായതുകൊണ്ട് നമുക്കിപ്പോൾ വെളിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സഫാരി വരെ പോകുന്നതല്ലാതെ വേറെ വെളിയിലോട്ടൊന്നും പോകാറില്ല. അപ്പം പിന്നെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഞങ്ങൾക്ക് 38ാമത്തെ ടോക്കണാണ് കിട്ടിയത്. ഒരു 9 മണിയൊക്കെ ആയി കണ്ടപ്പോൾ. അപ്പം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇനി അത് പിറ്റേ ദിവസം നാളെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കണം, വന്ന് എന്നിട്ട് ഡോക്ടറെ കാണണം. അത്യാവശ്യം ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് നെബുലൈസേഷനും ചെയ്തു. അതിനുശേഷം ഞാൻ എന്നെയും കൂടെ ഒന്ന് കാണിച്ച്. എനിക്കും കുറേ ദിവസമായിട്ട് ഭയങ്കര തളർച്ചയൊക്കെയാണ്. അപ്പോൾ ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഓർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും നാളെ കിട്ടത്തുള്ളൂ. അപ്പം 2 പേർ കൂടെ ഒരുമിച്ച് വന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണേ. അപ്പോൾ രാഹുൽ വന്നിട്ടില്ല. അപ്പോൾ വൈകുന്നേരം പോയതായത് നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബീഫ് കറി വെച്ചിട്ടുണ്ട്, നമുക്കെന്നാൽ അവിടെ അടുത്ത് ഹോട്ടൽ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ച് അപ്പോൾ പൊറോട്ട വാങ്ങിക്കുവാണെങ്കിൽ പിന്നെ ബീഫ് കറി ഉണ്ടല്ലോ, അത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കടയിലോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഞാനവിടെ യൂണിവേഴ്സിറ്റിയിലെ ലൈറ്റൊക്കെ അവിടെ കത്തിക്കിടന്നപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത്. നല്ല ഭംഗിയാണ് ഈ രാത്രിയിലൊക്കെ അവിടെ പോയിരിക്കാനും. ഈ ചൂടില്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ. സുഖമായിട്ട് അവിടെ പോയിരുന്ന് നമുക്ക് ലൈറ്റും ഒക്കെ ആസ്വദിച്ച്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നടക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ നാളുകളായി അങ്ങോട്ടൊക്കെ പോയിട്ട്, ഇപ്പോൾ അതിനൊന്നും പറ്റുന്നുമില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ എടുത്തതാണേ. അപ്പോൾ നമ്മൾ ഫുഡ് വേൾഡിൽ ഫുഡ് വാങ്ങിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇപ്പോൾ നാളെ ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.